ജമലി ആശുപത്രിയിൽ ചികിത്സയിലായിട്ട് 31ാമത്തെ ദിവസമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക്. ഇന്ന് നമുക്ക് കിട്ടുന്ന പുതിയ വിവരമനുസരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ ക്രമാതീതമായിട്ട് പുരോഗതി പ്രാപിച്ചു വരികയാണ്. അതായത് പരിശുദ്ധ പിതാവ് സാധാരണ സ്വീകരിക്കുന്ന ഓക്സിജൻ്റെ തെറാപ്പികളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ കിട്ടുന്ന പുതിയ വാർത്ത അനുസരിച്ച് അതിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് പരിശുദ്ധാവിന് കൊടുക്കുന്ന ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറച്ചിട്ടുണ്ട്. അത് വളരെ ശുഭമായ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ സാധാരണ സ്വീകരിക്കുന്ന മോട്ടോർ ഫിസിയോതെറാപ്പിയും സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പരിശുദ്ധാവ് അതുപോലെ ഇന്നത്തെ ദിവസം പ്രാർത്ഥനയിലും വിശ്രമത്തിലും മറ്റു ചില ജോലികളുമായിട്ട് തൻ്റെ സമയം ചെലവഴിച്ചു എന്നാണ് നമുക്ക് വത്തിക്കാൻ വൃത്തങ്ങളിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു പുതിയ വാർത്ത എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് സ്റ്റാർട്ട് ചെയ്ത സിനഡൽ എക്ലേസിയൽ അസംബ്ലിയുടെ പൂർത്തീകരണം എന്നോളം 2028 പോസ്റ്റ് സിനഡൽ എക്ലേസിയൽ അസംബ്ലി ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇത് അറിയിച്ചത് സിനഡിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്നും സിനഡിൻ്റെ ജനറൽ സെക്രട്ടേറിയറ്റിൽ നിന്നുമുള്ള കർദിനാൾ ആയ മരിയോ ഗ്രച്ച് ആണ്. പതിവ് പോലെ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥന ഇന്നും തുടരുകയാണ്. വത്തിക്കാൻ സ്ക്വയറിൽ പ്രത്യേകമായിട്ട് ജപമാല പ്രാർത്ഥന. ഇന്നത്തെ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിച്ചത് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ ഗവർണറേറ്റോറിൻ്റെ സെക്രട്ടറി ജനറലായ മോൺസീനിയർ എമിലിയോ നാപ്പയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനില പുരോഗതി പ്രാപിക്കുന്നത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ്. അതുകൊണ്ട് തുടർന്ന് നമുക്ക് പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ തുടർന്നും പരിശുദ്ധ പിതാവിന് വേണ്ടി ഉയർത്താം. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ച് പരിശുദ്ധ പിതാവ് സാൻ മാർത്തയിലേക്ക് തിരിച്ചു വന്ന് സഭയെ നയിക്കുവാൻ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം. സ്ക്വയറിൽ നിന്നും ഫാദർ ജോബി പോളിനോടൊപ്പം ഫാദർ ജോജി പോൾ.